എല്ലാവർക്കും നമസ്കാരം. ഞാൻ പീറ്റർ ചോൾ, ഒരു കൃഷിക്കാരൻ. ഇപ്പോൾ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടോണിക്കാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളം. പുളിപ്പിച്ച കഞ്ഞിവെള്ളം 2-3 ദിവസം പുളിപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിലോട്ട് ചാമ്പലും കൂടെ ആഡ് ചെയ്തിട്ട് ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ട് കിട്ടും. 2 ലിറ്റർ കഞ്ഞിവെള്ളമാണെങ്കിൽ അതിൽ ഒരു 8 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം മാത്രം ഇതിനകത്തോട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചെടിയാലും പച്ചക്കറിയാലും ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് തളിക്കുമ്പോൾ ഇലയിലായാലും ചുവട്ടിലായാലും തളിക്കുമ്പോൾ നല്ല ചെടിക്കായാലും പച്ചക്കറിക്കായാലും നല്ല വളർച്ചയുണ്ട്. കീടങ്ങളും കുറേയൊക്കെ ഒഴിവാക്കാം ഇത് തളിക്കുമ്പോൾ. ഭാവിയിൽ ഇത് രോഗങ്ങൾ വരാതിരിക്കാൻ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരി വേവിച്ച് അതിനകത്ത് കിട്ടുന്ന വെള്ളമാണ് കഞ്ഞിവെള്ളം. അതിനകത്ത് ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്. ഈ നെല്ല് കുത്തി അരി എടുക്കുന്ന അതിലുള്ള എല്ലാ ന്യൂട്രിയൻസും കഞ്ഞിവെള്ളത്തിലും ഉണ്ട്. കഞ്ഞിവെള്ളം ഒന്നുകൂടെ ബൂസ്റ്റാക്കി ഒഴിക്കണമെങ്കിൽ 2 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ 40 ഗ്രാം ശർക്കര കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം പുളിപ്പിക്കാനായിട്ട് വെച്ചാൽ ഇത്തിരികൂടെ നല്ല ബൂസ്റ്റായിട്ട് ഈ ചെടികളും പച്ചക്കറികളും വളരും. പണ്ടൊക്കെ അമ്മമാർ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞാൽ ഈ ചൂട് കഞ്ഞിവെള്ളം ഉടനെ എടുത്ത് പോച്ച ഉള്ളെടുത്ത് കൊണ്ടുവന്ന് അങ്ങ് ഒഴിക്കുകയാണ്. അവിടെ പോച്ച കരിയാൻ വേണ്ടിയാണ് അങ്ങനെ ഒഴുകി. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാ കൃഷിക്കാരും ഈ കഞ്ഞിവെള്ളം ശേഖരിച്ച് പല ബൂസ്റ്റുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ, ഇങ്ങനെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഓരോ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും വാഴകൾക്കായാലും അതിൻ്റെ ചുവട്ടിലും ഇലയിലൂടെയൊക്കെ കൊടുക്കുന്നുണ്ട് ബൂസ്റ്റായിട്ട്. കോവലിൻ്റെ ചുവടിൽ കമ്പി ഉള്ള അതിൽ നിന്ന് മാന്തിയിട്ട് ഇളക്കിയിട്ട് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ചാമ്പലും കൂടെ മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ടാൽ നല്ല സൂപ്പർ വളമായിരിക്കും. കോവലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും. പുളിപ്പിച്ച കഞ്ഞിവെള്ളം 2 ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും. സ്മെല്ലൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ധൈര്യമായിട്ട് വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് മറ്റ് പച്ചക്കറികൾക്കായാലും വാഴകൾക്കായാലും ധൈര്യമായിട്ട് ഉപയോഗിക്കുക. മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ ചോറിൽ നിന്ന് കിട്ടുന്ന അതേ ഗുണങ്ങളാണ് ഈ കഞ്ഞിവെള്ളത്തിലും. കഞ്ഞിവെള്ളം അതുപോലെ ഇങ്ങനെ പുളിപ്പിച്ചാൽ ഡബിൾ മടങ്ങാണ് അതിൻ്റെ പോഷകങ്ങൾ കിട്ടുന്നത്. അതുപോലെയാണ് ഈ ചെടികൾക്കും ഇലകളിലൂടെ മറ്റും കൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് അടുക്കളത്തോട്ടം വൻ വിജയമാക്കുകയും ചെയ്യാം. നേരത്തെ കാണിച്ച് ഞാൻ കോവലിൻ്റെ ചുവടാണ്. ഇപ്പോൾ വള്ളിപ്പയറിൻ്റെ ചുവട്ടിലോട്ടും ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ചാമ്പലും കൂടെ ഇട്ട് അതിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണ്. കൊണ്ടുവന്ന് ചുവട്ടിൽ ഒഴിക്കരുത്. അത് അരയടി ദൂരത്തിൽ അല്ലെങ്കിൽ ഒരടി ദൂരത്തിൽ മാത്രം ഒഴിക്കുക, അല്ലെങ്കിൽ ചുവട് അത് ഫല്ലായിപ്പോവും. വേനൽക്കാലമാണെങ്കിൽ നനവും കൊടുത്തിരിക്കണം. ഇങ്ങനെയുള്ള ഈ ടിപ്പ് കണ്ടതിൽ വളരെയധികം നന്ദി. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വളരെ നന്ദി കണ്ടതിൽ.